കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് ഓഫർ തരണമെന്നും നിങ്ങളെ എത്രയും പെട്ടെന്ന് വന്ന് കാണണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ലോയലായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹത്തെ വിട്ടുകൊണ്ട് അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തതായി കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് തന്നെ കടന്നു വരണം, നിങ്ങളുടെ വാല്യൂ എന്തെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് ഇവിടെ. കിങ്ങും ക്യൂനും വന്നിട്ടുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൊടുത്ത മെസ്സേജുകൾ അവർ റിപ്പീറ്റായിട്ട് വായിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് വീണ്ടും വീണ്ടും കേൾക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വാക്കുകൾ, ആദ്യമായി ഓഫർ ചെയ്ത കാര്യങ്ങൾ ഒക്കെ അവർ ഈ ഒരു സമയം ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജിയും ആകാം. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്നും കാണുവാൻ സാധിക്കാതെ ഒരു ഔട്ട്സൈഡറെ പോലെ ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹവും ഒരുപാട് വിശ്വാസവുമായിട്ടൊക്കെ നിന്നിരുന്ന വ്യക്തികൾ ഇപ്പോൾ ഒന്നുമല്ലാത്ത രീതിയിൽ ദൂരേക്ക് മാറി നിൽക്കുന്നത് പോലെ, സ്റ്റക്കായി നിൽക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് എന്ന് അവർ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഹിഡൻ ആക്കി വെച്ചിരുന്നു, നിങ്ങളോട് പറയാതെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതാണ് ഈ ഒരു റിലേഷനിൽ ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യുവാനും ഒരു അപരിചിതരെ പോലെ അകന്നു മാറി നിൽക്കുവാനും ഈ റിലേഷൻ സ്റ്റക്കായി പോകാനും ഉണ്ടായ കാരണം കുറേ കാര്യങ്ങൾ രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം പ്രശ്നം വന്നതെന്ന് അവരുടെ സോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.